ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ രാഷ്ട്രീയ അല്ല മൊത്തത്തിൽ സർക്കാരിന്റെ ഒരു ശോഭ കെട്ടിയിരിക്കുകയാണെന്നാണ് അത് ഞങ്ങൾ LDF അത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത ശേഷം ഒരു തീരുമാനം എടുക്കുള്ളൂ. അല്ല PV അൻവറിന് വലിയൊരു പൊതുയോഗം വിളിച്ചു, ഒരുപാട് ആളുകൾ വന്നു. ഇത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു വികാരമായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാവരും ആളുകൾ കണ്ടിട്ട് മാത്രം അവർ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലമൊക്കെ എന്താ ഇയാള് എതിര് പറയണോ അനുകൂല പറയണോ എന്നുള്ളതൊക്കെ നോക്കാൻ ആളുകളെ പൊതുവികാരം എന്ന രീതിയിലാണ് അവിടെ സംസാരിച്ചത്. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതൊരു ഇമ്പാക്റ്റായി മാറില്ലേ സർക്കാരിനെതിരായിട്ട്? അല്ല, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇതേ തന്നെ റിസൾട്ടോ അതോ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ എന്ത് വന്നു? തിരിച്ചു വന്നില്ലേ? അപ്പൊ അതങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. അത് കഴിയുന്നത്ര ജനങ്ങളുടെ ഒപ്പം നിൽക്കും. മലബാറിൽ ന്യൂനപക്ഷങ്ങളോട് CPM-ന്റെ ഒരു നിലപാടിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരു മാറ്റവും ഇല്ല. ന്യൂനപക്ഷങ്ങളോട് ഇത്രയും ഇടപെടുന്നത് ഇടതുപക്ഷം തന്നെയല്ലുള്ളൂ. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഇടതുപക്ഷമല്ലേ ഉള്ളൂ. RSS-ആയിട്ടും കുഴപ്പമുണ്ടാകുന്നവരായിട്ട് ഇടതുപക്ഷമായിട്ടല്ലേ? അപ്പം അങ്ങനെ ഒരിക്കലും വരില്ല. ഈ ഇടതുപക്ഷത്തിൽ ഏതെങ്കിലും തരത്തിൽ ഘടകകക്ഷികൾക്ക് ആവശ്യമായുള്ള പ്രാതിനിധ്യം ലഭിക്കുക അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക അതെങ്ങനെ ഉണ്ടെങ്കിൽ LDF-ന്റെ കമ്മിറ്റിയിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അതൊക്കെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യും. അതിനുശേഷം കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില ഉപജാപ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഭരണപക്ഷ MLA ആണ്. കരുണാകരൻ ഉണ്ടാകുമ്പോ എന്തെല്ലാം പറഞ്ഞു ആന്റണി ഊട്ടർ ഇല്ലേ, ഉമ്മൻചാണ്ടി ഊട്ടർ എന്തെല്ലാം പറഞ്ഞു. അതിന്റെ 5-1 ഇപ്പോ. അൻവറിന്റെ ഈ ആരോപണങ്ങളൊന്നും കഴമ്പില്ല എന്നാണ്. അതിൽ പല വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതിപ്പോ ഞാനിപ്പോ ഇവിടെ ഒരു ചർച്ച ചെയ്യുന്നത് ഒരു മോശമല്ലേ? LDF-ൽ ആലോചിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അൻവറിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ? ഞാനൊന്നും അത് പറഞ്ഞില്ല. പറയാത്തത് കുറിച്ച് നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കരുത്. അത് ശരിയല്ലല്ലോ കേട്ടാ. ശരി.